ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടത്. ഒരു മൈസൂർ കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മൈസൂർ കല്യാണം കണ്ടു. അപ്പോൾ നിങ്ങളും ഒന്ന് കാണുക. ഞങ്ങൾ കണ്ടും ചെയ്തു പങ്കെടുത്തും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, ഇപ്പം ഒന്ന് കണ്ടു നോക്കി. കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ രണ്ടാം നിലയിലാണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാനില്ല. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ചായയൊക്കെ തന്നിട്ട് വേണം അവർക്ക് ഓഡിറ്റോറിയത്തേക്ക് പോകാൻ. അങ്ങനെ മക്കളവിടെ എത്തിയപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര കളി കണ്ടോ. സ്പൈഡർമാനൊക്കെ കിട്ടിയിരിക്കണം ആദൂന്. പിന്നെ പന്ത് കിട്ടിയിരിക്കണ്. ഭയങ്കര എന്താ പറയുക സന്തോഷം രണ്ടാക്കും. അപ്പോൾ ഇവിടെ കല്യാണം തുടങ്ങണത് തന്നെ രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ അവസാനിക്കണത് 1 മണിയൊക്കെ ആയിട്ടാണ് അവസാനിക്കണത്. ഇപ്പം സമയം ഒരു 7:30 കഴിക്കണം. നമ്മളിപ്പോൾ എന്താ നമുക്കൊന്നും അവരോട് പറയാൻ കഴിയൂല. കാരണം നമ്മളെ ഭാഷ അവർക്കും അറിയില്ല, അവരുടെ ഭാഷ നമുക്കും അറിയില്ല. അപ്പോൾ ഞങ്ങളെ കൂടെ എൻ്റെ മുത്തശ്ശിൻ്റെ മരുമോളുണ്ട്, ഓളമ്മയുണ്ടല്ലോ. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവർ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓലെന്താ പറയണത് എന്നുള്ളതൊക്കെ തർജ്ജമ ചെയ്ത് തരും. അങ്ങനെ ഞങ്ങളങ്ങനെ അവിടെ പിടിച്ച് സോഫയിൽ ഇരിക്കുന്ന ആളും പിന്നെ ചെക്കനും മുത്തശ്ശിൻ്റെ പിന്നെ മരുമോളെ ഉപ്പയും ആങ്ങളെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ചായയൊക്കെ തന്നു. ചായയും സമൂസയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് റൂമിലേക്കാണ് ചായ എന്നത്. അവിടെ ടേബിളൊന്നുമില്ല. നമ്മളൊക്കെ ആരെങ്കിലും വന്നാൽ ടേബിൾ മേലല്ലേ ചായയും കടയൊക്കെ വെച്ച് കൊടുക്കുക. ഇത് മുത്തശ്ശിൻ്റെ മരുമോളില്ലേ, മരുമോളെ വിളിച്ചല്ലേ ഇന്നൂന്നാട്ടോ, ഓളമ്മയാണിത്. അപ്പം അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അപ്പോൾ പുതിയണ്ണിനെ വെയിറ്റ് ചെയ്തും കൊണ്ട് നിൽക്കണം. പുതിയണ്ണ അവിടെ എല്ലാ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയതാണ് പുറത്ത് പറഞ്ഞ്. അപ്പം അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ അവളെ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ പെണ്ണ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെണ്ണ് വേറെ എടുക്കാണ് ഒരുങ്ങാൻ പോയത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ അവള് വരുന്നത്. പിന്നെ ചെക്കൻ ഇവിടെ അകത്തുണ്ടേനു. ഇതാണ് എൻ്റെ മുത്തശ്ശിൻ്റെ മരുമോള് ലിനു. വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഓളപ്പയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതയാണ് പുതിയാപ്പിള ഒരുങ്ങണ മരുന്നെ ബാക്കിയുള്ള ആണുങ്ങളുണ്ടല്ലോ ഓലും കോട്ടിട്ടുങ്ങാണ്ട് അങ്ങനെ അവൻ്റെ മാതിരി തന്നെ ഒരുങ്ങും. അങ്ങനെ പെണ്ണൊക്കെ വന്ന് ഓളകത്തേക്ക് കൊണ്ടുപോയി. ഇനി രണ്ടാളും ഒപ്പിറങ്ങും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആചാരം കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് 40 ദിവസം വരെ പുറത്തിറങ്ങാതെ റൂമിൽ തന്നെ രണ്ടാളും ഇരിക്കും. ഫുഡൊക്കെ അമ്മായിമ്മ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. ഒരാചാരം അങ്ങനെയാണ്. ഞാൻ വരാം ബാക്കിൽ വരാം. ഓലെ ഭാഷ നമുക്കൊന്നും മനസ്സിലാവണില്ല. കന്നഡയും ഹിന്ദിയും ഉറുദും ഇത് മൂന്നും പാടെ കൂട്ടിങ്ങാണ്ടുള്ള സംസാരമാണ്. എന്തായാലും നമ്മളിങ്ങനെ പൊട്ടന്മാരന്മാരെ ഇങ്ങനെ നിന്ന് കേൾക്കേണ്ടി വരും. പിന്നെന്താ അറിയില്ല, ഇനുണ്ടായതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായി. ഓളും ഓളെ അമ്മയും ഓളെ ആങ്ങളെ ഉണ്ടല്ലോ നന്നായിട്ട് സംസാരിക്കും ഓലെ ഭാഷ. അങ്ങനെ ഓഡിറ്റോറിയത്തിലാണല്ലോ കല്യാണം. അപ്പോൾ ഇതൊരു ഓഡിറ്റോറിയമാണ്. അടുത്ത ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ നമ്മളെ കല്യാണം, മൈസൂർ കല്യാണം. ലിനുവിൻ്റെ അപ്പാൻ്റെ നാടാണ് മൈസൂർ. ഓളമ്മാൻ്റെ നാട് നമ്മളെ കേരളത്തിലുമാണ്. പോല് നമ്മളിവിടെ വൈക്കടവ് പാലാട് എന്ന സ്ഥലത്തോല് വീട് വെച്ചുകൊണ്ട് അവിടെയാണ് താമസം. അങ്ങോട്ട് പോണ്ട, ഇവിടെ പാർക്കിംഗ് ഇല്ലേ. പിന്നെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാണ്. ലിനുവിൻ്റെ ഇമ്മാനെ മൈസൂർ കട്ട കല്യാണം കഴിച്ച് അപ്പോൾ ഫാമിലി ഇവിടെ സെറ്റിലായിട്ടോ. അപ്പോൾ 7ാം ക്ലാസ് വരെ 8ാം ക്ലാസ് വരെ അങ്ങനെയൊക്കെ അവിടെ നിന്നിക്കണം. പിന്നെയാണ് ഇങ്ങോട്ട് താമസം മാറിയത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ലിനുവിൻ്റെ ആങ്ങളെ കൂടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വൈപ്പ് അയക്കാതെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഒരു താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അത്യാവശ്യം ദൂരം ഉണ്ട് ഇങ്ങോട്ട് ഓഡിറ്റോറിയത്തേക്ക്. അങ്ങനെ നമ്മൾ വീഡിയോസ് കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അങ്ങനെ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തി. ഇവിടെ എങ്ങനെയാണ് അറിയാം, പെണ്ണിനൊരു സ്റ്റേജും ആണിനൊരു സ്റ്റേജും. ഇത് പെണ്ണിൻ്റെ സ്റ്റേജാണ്. ഈ വൈറ്റ് കസേരയൊക്കെ ഇട്ടത് കണ്ടത്. മറ്റേ ഗോൾഡ് കസേരയൊക്കെ ഇട്ടത് കണ്ടത് ചെക്കൻ്റെ സ്റ്റേജുമാണ്. അങ്ങനെ 2 സ്റ്റേജാണ്. ആദ്യം ചെക്കൻ്റെ സ്റ്റേജിൽ നിന്ന് രണ്ടാളും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിനെ അങ്ങോട്ട് മാറ്റുകയാണ്.
അപ്പം നമ്മൾ ഇവിടെ ഒന്നും കാണാത്ത ഓരോരോ ആചാരങ്ങളാട്ടോ അവിടെ. അങ്ങനെ നമ്മൾ ചെന്നാൽ തന്നെ നമ്മളവിടെ വെള്ളമോ വെൽക്കം ഡ്രിങ്കോ ഒക്കെ അല്ലേ, അവിടെ 7up ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ്, ഐസ്ക്രീം, അങ്ങനെ പലവിധം വെറൈറ്റികളുണ്ട് അവിടെ. ഇപ്പോൾ കണ്ടോ, ചെക്കനും പെണ്ണും രണ്ടാളും ഒരു സ്റ്റേജിൽ, ചെക്കൻ്റെ സ്റ്റേജിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ഇനി ഇവിടുന്ന് മറ്റേ സ്റ്റേജിലേക്ക് ഉണ്ടല്ലോ, ഓൻ്റെ പെങ്ങന്മാർ, ഈ ചെക്കൻ്റെ പെങ്ങന്മാരാണ് രണ്ടാൾ, അവർ മറ്റേ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ തലേന്ന് ഇതിലേറെ ആചാരങ്ങൾ ഇനി പറഞ്ഞ്. അപ്പം അന്ന് ഞങ്ങൾ ഇവിടെ അല്ലല്ലോ, ഞങ്ങൾ കല്യാണത്തിൻ്റെ അന്നാണ് ഇവിടെ എത്തിയത്. ഇനി കണ്ടോ വേറൊരു ആചാരം, എന്തോ ഒരു മാല, അത് കൗത്തിലിട്ട് കൊടുക്കുക, അത് ബന്ധുക്കാർക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ പെണ്ണിൻ്റെ ബന്ധുക്കാരാണ് തോന്നുന്നു, ഒന്നും നമുക്ക് മനസ്സിലാവണില്ല. അതേപോലെ ഒരു ഷാളുണ്ടല്ലോ, ഒരു ടർക്കിൻ്റെ മാതിരത്തെ സംഭവം തോളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞങ്ങളും ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയല്ലോ, അപ്പം അങ്ങോട്ട് പോവുകയാണ്. ആദ്യം അതെ ഓഡിറ്റോറിയം കണ്ടിട്ടേ അവർക്കിങ്ങനെ എന്താ പറയുക, ഓടിക്കളിച്ചാൽ ഇഷ്ടം പോലെ സ്ഥലമല്ലേ. അപ്പം പിടിച്ച് വെച്ചേക്കാണ് ഒരാളെ പിടിച്ച് വെച്ചാൽ തന്നെ മറ്റവനും സൈലൻ്റ് ആവും. ആദോന് ലിനുവിനെ നല്ലോണം പറ്റിക്കണം. ഓളെ കൈ വിടാതെ പിടിച്ച് നടക്കുകയാണ്. ഓളെ ആദ്യമായിട്ട് കാണുകയാണോ, എന്നാലും ഓളെ നല്ല ഇഷ്ടമായിക്കണം. ഏതായാലും വെറുതെ നിൽക്കാനൊന്നും ഒഴിവില്ല, ഭക്ഷണം കഴിക്കാൻ തന്നെ ഉള്ളൂ. ഐസ്ക്രീം കഴിഞ്ഞിട്ട് ഇപ്പം ഫ്രൂട്ട്സാണ് മക്കൾ കഴിക്കണത്. ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഉപ്പും മുളകൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ വെച്ചിക്കണം. അറിയില്ല, ഏതായാലും ആദ്യക്കും അതിനൊന്നേ അത്രയും ദൂരം യാത്ര ചെയ്തിട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ക്ഷീണമൊന്നുമില്ല. മാഷാ അല്ലാ, അവരും തന്നെ നമ്മളെ എന്താ പറയുക ഗതിയെടുത്താതെയൊക്കെ ഞങ്ങൾ പോയി 2 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലൊക്കെ ചെയ്തത്. അങ്ങനെ ഓല് നല്ല കളിയിൽ തന്നെയാണ്. രാത്രി 11 മണിയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവാണ് ഞങ്ങളെ. അപ്പം ചെക്കന് ഭക്ഷണം കഴിക്കുമ്പോഴാട്ടോ നമ്മളോട് കഴിക്കാൻ പറഞ്ഞത്. അപ്പം എല്ലാ ഫുഡും ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കാണുന്നെ വേണം. ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇവിടുത്തെ കാണാത്ത ഓരോരോ വെറൈറ്റി സാധനങ്ങൾ. ഭക്ഷണം കഴിക്കണം അവിടെ കണ്ടങ്ങൾ അലങ്കരിച്ചത്. ആടുകൊണ്ട് പല വിഭവങ്ങൾ, ചിക്കനുണ്ട്, മീനുണ്ട്, അങ്ങനെ പല വിഭവങ്ങളുണ്ട്. നൂൽപുട്ട്, പൊറോട്ട, പിന്നെന്താ വേറെ ചപ്പാത്തിൻ്റെ മറ്റൊരു സാധനം ഉണ്ട് അത്, പിന്നെ പായസം, ഫ്രൂട്ട്സ്, സാലഡ്, അങ്ങനെ അതൊക്കെ കഴിച്ചിങ്ങനെ കഴിയുമ്പം പിന്നെയാണ് റൈസ് കൊണ്ടുവന്ന് വെക്കണത്. നമ്മളത് കഴിച്ചിങ്ങനെ നീച്ചാൻ നിൽക്കുമ്പോഴാണ് പിന്നെ ഓല അത് കൊണ്ടുവന്ന് വെക്കണത്. പിന്നെ ആ ചോറ് ഇങ്ങോട്ട് കഴിച്ച് കഴിയുമ്പം പിന്നെ ഫ്രൂട്ട്സും ഐസ്ക്രീമും പിന്നെ അത് കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെ എന്തിനു പറയണ്ട, ഫുള്ള് തിരിച്ചിട്ടാ ഓല അവിടെ നിന്ന് വിടുള്ളൂ. അവിടെ ഏതില്ലാത്തോലും കല്യാണം ഇങ്ങനെ തന്നെയാണല്ലോ നടത്തുക. ഞങ്ങളവിടെയൊക്കെ കുറച്ച് പൈസക്കാരാണല്ലോ ഇങ്ങനെ കല്യാണം നടത്തുക. അവിടെ അങ്ങനെയല്ല, ഏതില്ലാത്തോലും ഉള്ളോലും ഒക്കെ ഒരേ മാതിരിയാണ് പറഞ്ഞത്. ആ കലത്തിൽ കണ്ടോ പായസമാണ്, ഒരു കുഞ്ഞു കലം, നല്ല എന്താ പറയുക കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങണ ഒരു കലാണ്. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വേസ്റ്റൊക്കെ തട്ടുകയാണ് പറഞ്ഞോല്. എന്താ സംഭവം കാടേ കഴിഞ്ഞിട്ടില്ല. ഈ ചോറൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കണ്ടോ, ഇത് കണ്ടോ, വെറ്റിലൻ്റെ ഉള്ളിൽ എന്തോ ഒട്ടിക്കണം. പിന്നെ മേലെ ചെറീസ് കുത്തിച്ച് കണ്ട് അതങ്ങനെ ഒരു ആചാരമാണല്ലോ ലാസ്റ്റ് കൊടുക്കൽ. എന്തിനു പറയണേ, നമ്മൾ കാണാത്തൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഞങ്ങളേതായാലും നേരിട്ട് കണ്ടു. അപ്പം നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് കണ്ട് അതിൽ കണ്ടോട്ടെ വിചാരിച്ചു കണ്ട് അങ്ങനെ ഉണ്ട് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നതാട്ടോ. അതാണ് ബിരിയാണി. ഇതെന്താ അല്ലേ
അപ്പം ഞങ്ങളോട് ഓല ഭാഷയിൽ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പറയണത് ഓളം ലിനുവിൻ്റെ അമ്മയും തർജ്ജമ ചെയ്ത് തരാം കേട്ടോ. അതന്നെ വലിയ ആശ്വാസം. അങ്ങനെ ആകുമ്പോൾ ഒരു പറയണൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒറ്റയ്ക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു പറയണത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ സംസാരിക്കണത് ലിനുവിൻ്റെ അമ്മായിയും പിന്നെ മൂത്തമ്മയും മൂത്താപ്പയൊക്കെയാണ് കേട്ടോ. നമ്മളെ ഭാഷയിൽ മൂത്തമ്മ മൂത്താപ്പ പറയും. ഓല് എന്താണ് അവൻ പറയണത്. ഇത് പിന്നെ ലാസ്റ്റ് പിന്നെ കൊണ്ടുവന്നത് കേട്ടോ. കോലുമ കുത്തിങ്ങാണ്ട് ചിക്കനാണ് സംഭവം. അങ്ങനെ എന്തിനു പറയണേ, നിന്നോടത്ത് നീച്ചാനയക്കില്ല ഓല്. അങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ സ്റ്റേജിൻ്റെ അവിടെ തന്നെ വന്നിക്കണ്. അപ്പം ഇനി വേറൊരു ആചാരങ്ങൾ കണ്ടോ, പുതിയണ്ണിനെ എന്തൊക്കെ മാല കൊണ്ട് ഇങ്ങോട്ട് ആകെ മൂടിയിക്കണ്. പിന്നെ എന്തൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു വാങ്ങണമൊക്കെ ഉണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ ഒരുവിധം കാലി അയക്കണം. അപ്പം ഇനി ഓലെ കൂടെ തന്നെ ഞങ്ങളും പോകണമല്ലോ. ഓലെ വീട്ടിലേക്കാണല്ലോ പോകണത്. ഞങ്ങൾ നാളെ ഇനി ഇവിടുന്ന് പോരുള്ളൂ. അപ്പോൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ 1 മണി അയക്കണ്. അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.